സ്വന്തം കുഞ്ഞുങ്ങളുടെ നിറവും സ്വഭാവവും ഉയരവും ബുദ്ധിയുടെ നിലവാരവുമെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സെറ്റ് ചെയ്യാൻ സാധിച്ചാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നാമെങ്കിലും ഇപ്പോൾ ഇതിനെല്ലാം സാധിക്കും. പ്രസവവേദനയില്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ആഗ്രഹിക്കുന്നവരാകും ഭൂരിഭാഗം പേരും. ക്യാൻസറോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ കാരണം ശസ്ത്രക്രിയയിലൂടെ ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീകളും മാസം തികയാതെയുള്ള ജനനങ്ങളും കുറഞ്ഞ ബീജസംഖ്യയുമെല്ലാം ഗർഭധാരണവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ എക്ടോലൈഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഗർഭപാത്ര കേന്ദ്രമാണ് എക്ടോലൈഫ്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഇതിലൂടെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനും അവരുടെ സ്വന്തം സന്തതികളുടെ യഥാർത്ഥ ജീവശാസ്ത്രപരമായ മാതാപിതാക്കളാകാനും സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ എക്ടോലൈഫിന്റെ കൃത്രിമ ഗർഭപാത്രത്തെക്കുറിച്ചും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുമുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തിനാണ് കൃത്രിമ ഗർഭപാത്രം ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ജപ്പാൻ, ബൾഗേറിയ, സൗത്ത് കൊറിയ എന്നിവ ഉൾപ്പെടെയുള്ള ജനസംഖ്യാ പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള 75 ലാബുകളാണ് നിലവിലുള്ളത്. ഓരോ ആധുനിക ലാബിനും 400 ഗ്രോത്ത് പോഡുകളോ കൃത്രിമ ഗർഭാശയങ്ങളോ വരെ ഉൾക്കൊള്ളാൻ കഴിയും എന്നതാണ് അതിന്റെ പ്രത്യേകത. അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നിലനിൽക്കുന്ന അതേ അവസ്ഥകൾ ആവർത്തിക്കുന്ന വിധത്തിലാണ് ഓരോ പോഡും നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിവർഷം 30,000-ഓളം കുഞ്ഞുങ്ങൾ വരെ ഇൻക്യുബേറ്റ് ചെയ്യാൻ ഒരു ലാബിന് കഴിയും. മാത്രമല്ല, അണുബാധയില്ലാത്ത അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങളെ വികസിപ്പിക്കുന്നതിനും ഇത് സഹായിക്കും. അണുക്കളെ അവയുടെ പ്രതലത്തിൽ പറ്റി നിൽക്കുന്നതിൽ നിന്ന് തടയുന്ന വസ്തുക്കൾ കൊണ്ടാണ് പോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ്, താപനില, രക്തസമ്മർദ്ദം, ശ്വാസനിരക്ക്, ഓക്സിജൻ സാച്ചുറേഷൻ എന്നിവയുൾപ്പെടെ സുപ്രധാന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുന്ന സെൻസറുകളും ഈ പോഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി കുഞ്ഞിന്റെ ശാരീരിക സവിശേഷതകൾ നിരീക്ഷിക്കുകയും ജനിതക വൈകല്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കൂടാതെ കുഞ്ഞിന്റെ വളർച്ചാ പുരോഗതിയെക്കുറിച്ചുള്ള ലൈവ് ഡേറ്റകൾ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ക്രീനും ഈ പോഡിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഡേറ്റകൾ കസ്റ്റമേഴ്സ് ഫോണിലേക്ക് നേരിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് കസ്റ്റമേഴ്സിന് കുഞ്ഞിന്റെ ആരോഗ്യം ട്രാക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, കസ്റ്റമേഴ്സിന് കുഞ്ഞിന്റെ വളർച്ചയുടെ മികവുറ്റ ലൈവ് കാഴ്ചകളും മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനിലൂടെ കാണാനാകും. കസ്റ്റമേഴ്സിന് പ്രിയപ്പെട്ടവരുമായി ഇത് പങ്കിടാനും സാധിക്കും. ഇതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭാഷ തിരിച്ചറിയാനും പുതിയ വാക്കുകൾ പഠിക്കാനും കഴിയും എന്നതാണ് ഇതിന്റെ മറ്റൊരു നേട്ടം. ഇലക്ട്രോലൈഫ് ഗ്രോത്ത് പോഡുകളിൽ കുഞ്ഞിന് ധാരാളം വാക്കുകളും സംഗീതങ്ങളും ഒക്കെ പ്ലേ ചെയ്യുന്ന ആന്തരിക സ്പീക്കറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞെന്താണോ കേൾക്കേണ്ടതെന്ന് ഈ ആപ്ലിക്കേഷനിലൂടെ കസ്റ്റമേഴ്സിന് പ്ലേലിസ്റ്റ് തിരഞ്ഞെടുക്കാനും കഴിയും. അതുമാത്രമല്ല, കസ്റ്റമേഴ്സിന് കുഞ്ഞിനോട് നേരിട്ട് പാടാനും കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശബ്ദം അവരെ പരിചയപ്പെടുത്താനും സാധിക്കും. അങ്ങനെ നിങ്ങളുടെ മികച്ച തിരഞ്ഞെടുപ്പുകൾക്കനുസരിച്ച് വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു കുട്ടിയെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എക്ടോലൈഫ് നിങ്ങളുടെ കുഞ്ഞുമായുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടുത്തും. ഗ്രോത്ത് പാഡിനുള്ളിൽ 360 ഡിഗ്രി ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഒരു വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ സ്ഥാനം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കുഞ്ഞിന്റെ എല്ലാ ചലനങ്ങളും നിങ്ങൾക്ക് നിരീക്ഷിക്കാനാകും. എക്ടോലൈഫിലൂടെ നിങ്ങളുടെ കുഞ്ഞിന് അവരുടെ വളർച്ചയെ സഹായിക്കുന്ന മികച്ച പോഷകങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഓരോ കൂട്ടം പോഡുകളും 2 സെൻട്രൽ ബയോറിയാക്ടേഴ്സുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിലാദ്യത്തെ ബയോറിയാക്ടറിൽ പോഷകങ്ങളും ഓക്സിജനും അടങ്ങിയിട്ടുണ്ട്. ഒരു കൃത്രിമ പൊക്കിൾക്കൊടിയിലൂടെയാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡായി പ്രവർത്തിക്കുന്ന ഒരു ദ്രാവക ലായനിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിന്റെ വളർച്ച നിലനിർത്തുന്ന സുപ്രധാന ഹോർമോണുകളും വളർച്ചാ ഘടകങ്ങളും ആന്റിബയോട്ടിക്കുകളും എല്ലാം ഇതിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ വളർച്ചയ്ക്കനുസരിച്ചുള്ള പോഷകങ്ങളാണ് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബയോറിയാക്ടർ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. കൃത്രിമ പൊക്കിൾക്കൊടി അവരുടെ മാലിന്യ ഉൽപ്പന്നങ്ങൾ രണ്ടാമത്തെ ബയോറിയാക്ടറിലേക്ക് അയക്കാൻ സഹായിക്കും. എഞ്ചിനീയർഡ് എൻസൈമുകളുടെ അതിലോലമായിട്ടുള്ള പാളികളുടെ സഹായത്തോടെ രണ്ടാമത്തെ ബയോറിയാക്ടറിന് മാലിന്യ ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ ചെയ്യാനും ഉപയോഗപ്രദമായ പോഷകങ്ങളാക്കി മാറ്റാനും കഴിയും. ഇതിലൂടെ കുഞ്ഞിന് പുതിയ പോഷകങ്ങളുടെ സ്ഥിരമായുള്ള വിതരണം ലഭിക്കും. എക്ടോലൈഫിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഗർഭമലസലിന്റെയും കുറഞ്ഞ ബീജസംഖ്യയുടെയും ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നതാണ്. ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ രസകരമായിരിക്കും. കൂടാതെ ഇത്തരം വിഷയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്ഡേറ്റുകൾ ലഭിക്കാനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കുഞ്ഞിന്റെ ബീജസങ്കലനം ചെയ്ത ഭ്രൂണം വളർച്ചാപ്പോടിനുള്ളിൽ വെക്കുന്നതിന് മുമ്പ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ജനിതകപരമായി ഉയർന്നതും പ്രായോഗികവുമായ ഭ്രൂണം സൃഷ്ടിക്കുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും കസ്റ്റമേഴ്സിന് കുഞ്ഞിനെ ജനിതക തടസ്സങ്ങളില്ലാതെ വികസിപ്പിക്കാനുള്ള അവസരം ഇതിലൂടെ ലഭിക്കും. കുഞ്ഞ് വേറിട്ട് നിൽക്കാനും നല്ല ഭാവി നേടിയെടുക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭ്രൂണത്തെ കൃത്രിമ ഗർഭപാത്രത്തിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്യാനുള്ള അവസരമുണ്ട്. സ്ക്രിപ്പർ കേസ് 9 ജീൻ എഡിറ്റിംഗ് ടൂൾ ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ്. 300-ലധികം ജീനുകളുടെ വിശാലമായ ഒരു കൂട്ടത്തിലൂടെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഏത് സ്വഭാവവും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കൂട്ടം ജീനുകളുടെ ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞിന്റെ കണ്ണിന്റെ നിറവും മുടിയുടെ നിറവും സ്കിൻ ടൂണും ഫിസിക്കൽ സ്ട്രെങ്തും ഹൈറ്റും ബുദ്ധിയുടെ നിലവാരവും എല്ലാം ഇഷ്ടാനുസരണമാക്കാൻ സാധിക്കും. കൂടാതെ കുടുംബത്തിന് പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ജനിതക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും സാധിക്കും. അതിലൂടെ കുഞ്ഞിനും അവരുടെ സന്തതികൾക്കും ജനിതക രോഗങ്ങളില്ലാതെ ആരോഗ്യവും സുഖപ്രദവുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. സ്ത്രീകൾക്ക് പ്രസവവേദനയോടും ജനനവുമായി ബന്ധപ്പെട്ട പേശികളുടെ സങ്കോചങ്ങളുടെ വേദനയോടുമെല്ലാം ഇനി വിട പറയാം. വളരെ സുരക്ഷിതവും വേദനയില്ലാത്തതുമായ ഒരു ജനനമാണ് എക്ടോലൈഫ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അത് നിങ്ങളുടെ കുഞ്ഞിനെ വളരെയധികം സമ്മർദ്ദമില്ലാതെ തന്നെ പ്രസവിക്കാൻ സഹായിക്കും. ഈ ഡെലിവറി പ്രക്രിയ വളരെ സുഖവും സൗകര്യവുമുള്ളതാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മാത്രം മതി. കൃത്രിമ ഗർഭപാത്രത്തിൽ നിന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നീക്കം ചെയ്ത ശേഷം കുഞ്ഞിനെ വളർച്ചാ പോഡിൽ നിന്ന് എളുപ്പത്തിൽ പുറത്തെടുക്കാൻ സാധിക്കും. എല്ലാം കൃത്രിമമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ദമ്പതികൾക്കൊന്നിച്ച് ഈ ഡെലിവറി പ്രക്രിയ ആസ്വദിക്കാനും കഴിയും. കൂടാതെ പ്രസവശേഷം സൗജന്യ DNA പിതൃത്വ പരിശോധന നടത്തുകയും ചെയ്യും. ഇതിലൂടെ കുഞ്ഞിന്റെ ജനിതക ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിതകപരമായി നിങ്ങളുടേതാണെന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. പവർ കട്ടിനെക്കുറിച്ചോ കാർബൺ ഫുട് പ്രിന്റുകളെക്കുറിച്ചോ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. സോളാറും വിൻഡ് പവറും അടങ്ങുന്ന വളരെ കാര്യക്ഷമവും ശുദ്ധവുമായിട്ടുള്ള ഒരു റിന്യൂവബിൾ എനർജിയാണ് എക്ടോലൈഫ് ഉപയോഗിക്കുന്നത്. ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോഡുകൾ കുറഞ്ഞ ഊർജ്ജ ആവശ്യങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കുഞ്ഞിനെ സങ്കീർണതകളൊന്നും തന്നെയില്ലാതെ പ്രസവകാലയളവ് പൂർത്തിയാക്കുന്നത് എളുപ്പമാക്കും. പ്രസവത്തിൽ കൂടുതൽ സൗകര്യപ്രദമായ പരിഹാരം ആഗ്രഹിക്കുന്നവർക്ക് എക്ടോലൈഫ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ബയോടെക്നോളജിസ്റ്റും സയൻസ് കമ്മ്യൂണിക്കേറ്ററുമായ ഹാഷിമിയയി ഗെയ്ലി എന്നിവരാണ് എക്ടോലൈഫ് ഫെസിലിറ്റി എന്ന ആശയം രൂപകൽപ്പന ചെയ്തത്. 1950 മുതൽ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങളിൽ നിന്നുമാണിത് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ സാധിക്കാത്തവർക്കും ഗർഭം ധരിക്കാൻ ഒരു വാടക അമ്മയെ കിട്ടാൻ കഴിയാത്തവർക്കും ഗർഭാവസ്ഥയിലുള്ള സങ്കീർണതകളെക്കുറിച്ച് ആശങ്കയുള്ളവർക്കുമെല്ലാം എക്ടോലൈഫ് വളരെ സഹായകമാണ്. നിങ്ങൾ ഈ സാങ്കേതികവിദ്യയോട് യോജിക്കുന്നുണ്ടോ? കൃത്രിമ ഗർഭപാത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.